കെ ശശീന്ദ്രൻ മത്സരിക്കുന്ന എലത്തൂരിൽ നിന്നാണ് അടുത്ത വാർത്ത. എലത്തൂരിൽ കള്ളവോട്ട് നടക്കുന്നു എന്നുള്ളതാണ് പരാതി. കുരുവട്ടൂർ വെസ്റ്റ് AMLP സ്കൂളിലെ 191 ബൂത്തിൽ നിന്നാണ് കള്ളവോട്ട് പരാതി ഉയർന്നിരിക്കുന്നത്. UDF ആണ് പരാതി നൽകിയത്. അന്നശ്ശേരി സ്വദേശി അബ്ദുറഹ്മാനെ ചേവായൂർ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. CPM കരുതിക്കൂട്ടി കള്ളവോട്ട് ചെയ്തുവെന്നാണ് UDFന്റെ ആരോപണം. ഇവിടെ ഒരു വ്യക്തി വന്നു, ഇവിടെ ഹോസ്പിറ്റലിൽ ഒരാളുടെ വോട്ട് ചെയ്യാനുള്ള ശ്രമം നടത്തി. അപ്പോൾ നമ്മൾ ഒബ്ജക്റ്റ് ചെയ്യുമ്പോഴേക്ക് ഇയാൾ വോട്ട് ചെയ്ത് കഴിഞ്ഞു പോയി. ഇവിടെ ബൂത്ത് ഏജൻറ്റ് ഒബ്ജക്റ്റ് ചെയ്യുമ്പോഴേക്ക് ബൂത്ത് കഴിഞ്ഞു പോയി. അപ്പോൾ അദ്ദേഹത്തെ നമ്മൾ തടഞ്ഞു വെച്ച്, നമ്മൾ പരാതി ഉണ്ടെന്ന് പറഞ്ഞ് തടഞ്ഞു വെച്ച്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു നോക്കുന്നത്, അദ്ദേഹം പുതിയങ്ങാടി സ്വദേശിയാണ്, ഇപ്പോൾ താമസിക്കുന്നത് അന്നശ്ശേരിയിലാണ്. അപ്പോൾ അവിടെയുള്ള ചെറുവറ്റയുള്ള പാർട്ടി ഓഫീസിൽ നിന്നാണ് ഈ സൗകര്യങ്ങൾ മുഴുവൻ ചെയ്തു കൊടുത്തത്. അങ്ങനെ ഇയാളെ തടഞ്ഞു വെച്ചിട്ടുണ്ട് പറഞ്ഞപ്പോൾ ചെറുവറ്റയിലുള്ള ഒരു വ്യക്തി ഇവിടെ വന്നു. അദ്ദേഹത്തെ ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ വേറെ സ്ലിപ്പുകളുണ്ട്, വേറെ ID കാർഡുകളുണ്ട്. അപ്പോൾ വ്യാപകമായ ഒരു കള്ളവോട്ട് ശ്രമമാണ് വ്യാപകമായിട്ട് ഇവർ നടത്തുന്നത് എന്നാണ് ഇതിൽ ഞങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇവിടെയുള്ള ആരെ വോട്ടാ ചെയ്തു? ഇവിടെ അബ്ദുറഹിമാൻ തുയ്യത്തതായം, അദ്ദേഹം ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാണ്. ഓപ്പറേഷൻ കഴിഞ്ഞതാണ്, സർജറി കഴിഞ്ഞ് കിടക്കുകയാണ്. അദ്ദേഹത്തെ ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ വോട്ടിന് വേണ്ടി എന്നാൽ കൊണ്ടുവരാനുള്ള ശ്രമത്തിലായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഇദ്ദേഹത്തിൻ്റെ കള്ളവോട്ട് ചെയ്തു പോയത്. അദ്ദേഹം ഞങ്ങൾ തടഞ്ഞു വെച്ചു. അദ്ദേഹം അപ്പോൾ പറഞ്ഞതെന്താ വെച്ചാൽ ഇന്ന ചെറുപറ്റ പാർട്ടി ഓഫീസിൽ നിന്ന് വിളിച്ചിട്ടാണ് വന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം. ഇപ്പോൾ ഞങ്ങൾ പരാതിയുള്ളതൊന്നും പോലീസുകാരെ കൊണ്ടുപോയിട്ടുണ്ട് സ്റ്റേഷനിൽ. KT വിബീഷാണ് വിവരങ്ങൾ നൽകാനുള്ളത്. വിബീഷ്, എലത്തൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ ശശീന്ദ്രന് മൃഗീയ ഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലമാണ്. അവിടെ CPMകാർ കള്ളവോട്ട് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാരെങ്കിലും വിശ്വസിക്കുമോ? അജിം, എലത്തൂരിലെ കുരുവട്ടൂർ വെസ്റ്റ് AMLP സ്കൂളിലാണ് ഇപ്പോൾ കള്ളവോട്ടിന്റെ ആരോപണം ഉയർന്നിരിക്കുന്നത്. 191 ബൂത്തിൽ 141 ക്രമ നമ്പർ ആയിട്ടുള്ള ആളുടെ പേര് ഇയ്യത്ത് താഴത്ത് അബ്ദുറഹ്മാൻ എന്നാണ്. ഇദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിലാണ്, മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആണ്. എന്നാൽ ഇദ്ദേഹത്തിന്റെ വോട്ട് അന്നശ്ശേരി സ്വദേശിയായ മറ്റൊരു അബ്ദുറഹ്മാനെ എത്തിച്ച് CPM ചെയ്തു എന്നാണ് UDF ആരോപിക്കുന്നത്. ഇങ്ങനെ ഇദ്ദേഹം എത്തുകയും വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തു. പിന്നീടാണ് ഈ വോട്ട് കള്ളവോട്ടാണ് എന്ന തരത്തിൽ മനസ്സിലാവുന്നത്. തുടർന്ന് UDFന്റെ അവിടുത്തെ ബൂത്ത് ഏജന്റ് പ്രശ്നം ഉന്നയിച്ചു. തുടർന്ന് പ്രിസൈഡിംഗ് ഓഫീസർ അടക്കമുള്ളവർക്ക് പരാതി നൽകി. മാത്രമല്ല, ഇദ്ദേഹത്തെ അവിടെ നിന്ന് പോളിംഗ് ബൂത്തിൽ നിന്ന് പോകാൻ അനുവദിച്ചില്ല, തടഞ്ഞു വെച്ചു. പിന്നെ പോലീസ് ഇടപെട്ട് പിന്നീട് ഇദ്ദേഹത്തെ ചേവായൂർ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. UDF ചേവായൂർ പോലീസിനടക്കം പരാതി നൽകിയിട്ടുണ്ട്. ഇദ്ദേഹം സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടില്ല. എന്നാലും ഈ കാര്യങ്ങൾ വെരിഫിക്കേഷൻ നടത്തിയ ശേഷമാണ് കേസെടുക്കുക എന്നാണ് പോലീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇയ്യത്ത് താഴത്ത് അബ്ദുറഹ്മാൻ ഇനി വോട്ട് ചെയ്യാൻ വരേണ്ടതില്ല, അങ്ങയുടെ വോട്ടൊക്കെ അവിടെ ചെയ്തു പോയിട്ടുണ്ട്. ആളെ കസ്റ്റഡിയിലെടുത്തിട്ടുമുണ്ട്. അങ്ങനെ കസ്റ്റഡിയിലെടുത്ത സ്ഥിതിക്ക് ഇനി എന്ത് ആക്ഷൻ അതിനകത്ത് പോലീസ് എടുക്കുമെന്നതും കണ്ടറിയണം. KT വിബീഷാണ് വിശദാംശങ്ങൾ നൽകിയത്.